എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിനേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 11ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്, രസകരമായൊരു ടോപ്പിക് കൂടിയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 11ാം അധ്യായം പൂർണ്ണമായും നമുക്ക് ആസ്വദിച്ച് തന്നെ പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ എന്താണ് പബ്ലിസിറ്റി എന്ന് നമുക്ക് നോക്കാം. പബ്ലിസിറ്റി ഈസ് എ നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ കൂട്ട് തന്നെ ഒരു വ്യക്തിയോട് പറയുന്നതല്ല, പേഴ്സണലായിട്ട് പറയുന്ന കാര്യമല്ല. ഇത് ജനറലി ടേക്സ് പ്ലേസ് വെൻ ഫേവറബിൾ ന്യൂസ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ മാസ് മീഡിയ അബൌട്ട് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. It is unpaid form of communication. It does not involve any direct expense by the manufacturer. There is no identified sponsor for the communication. വ്യക്തിഗതമായി പറയുന്നതല്ല, ഇതിനുവേണ്ടി ആരും പ്രത്യേകിച്ച് പൈസ മുടക്കുന്നില്ല, ഇതിനാരും സ്പോൺസേഴ്സ് ഇല്ല. ഇത് എല്ലാവരോടുമായിട്ട് പറയുന്നൊരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഇനിയും അതിൻ്റെ പബ്ലിക് റിലേഷനാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് പബ്ലിക് റിലേഷനിൽ ബേസ് ചെയ്താണ്. രണ്ടും രണ്ടായി നമുക്ക് കാണാൻ പറ്റത്തില്ല. പബ്ലിക് റിലേഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ പബ്ലിസിറ്റി കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ പബ്ലിക് റിലേഷൻ എന്താണെന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. പബ്ലിക് റിലേഷൻ റെഫേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫേവറബിൾ ഇമേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ പ്ലാൻഡ് എഫേർട്ട് ബൈ ആൻ ഓർഗനൈസേഷൻ to influence the attitude and opinion of a group of customers. ഇത് എന്ന് പറയുന്നത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്, സമൂഹത്തിൻ്റെ ഇടയിൽ സ്ഥാപനത്തിൻ്റെ നല്ലൊരു പേര് നിലനിർത്താൻ വേണ്ടി നടത്തപ്പെടുന്ന പ്രവർത്തനമാണ്. സംസാര അല്ലെങ്കിൽ ആശയവിനിമയ പ്രക്രിയയാണ്. ഇത് സത്യത്തിൽ സ്ഥാപനത്തിൻ്റെ ഒരു ചിന്താഗതിയിലുള്ളതാണ്. എന്നാൽ അങ്ങനെ അത് വ്യാഖ്യാനിച്ച് സമൂഹം കാണാത്ത രീതിയിൽ വേണം താനും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഈ പബ്ലിക് റിലേഷൻ ഇറക്കാൻ വേണ്ടി. ഈ പബ്ലിക് റിലേഷൻ ഇറക്കുമ്പം ആ സമൂഹത്തിൻ്റെ സ്വാധീനം കിട്ടാൻ വേണ്ടി, അല്ലെ സമൂഹത്തിൻ്റെ സേവനം കിട്ടാൻ വേണ്ടി നടത്തുന്നതെന്നുള്ള ബോധ്യം സമൂഹത്തിനുണ്ടാകാതെ നടത്തണം. പബ്ലിസിറ്റി അട്രാക്ട്സ് കസ്റ്റമേഴ്സ് ടുവേർഡ്സ് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ്. സ്വാഭാവികമായും നല്ല പബ്ലിസിറ്റി അല്ലെങ്കിൽ നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾ സ്ഥാപനത്തെക്കുറിച്ചും സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചും താല്പര്യം ഉണ്ടാകും. പബ്ലിസിറ്റി ഈസ് ദ പ്രാക്ടീസ് ഓഫ് മാനേജിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക്. ഓർഗനൈസേഷനും പബ്ലിക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സ്ഥാപനവും സമൂഹവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇതിനകത്ത് നടത്തുന്ന ആശയവിനിമയങ്ങളാണ്. ഓഫൻ പബ്ലിക് റിലേഷൻ ആർ കണ്ടക്റ്റഡ് ത്രൂ മീഡിയയിൽ കൂടിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ബിൽഡ് റാപ്പോർട്ട് വിത്ത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഓർ ദ പബ്ലിക്. ഇവരെല്ലാം അതിനകത്തെ ഭാഗവാക്കുകളാണ്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ജനറൽ പബ്ലിക്, ഇതെല്ലാം. പബ്ലിക് റിലേഷൻ ഇൻക്ലൂഡ്സ് ബിൽഡിംഗ് അവയർനെസ് ആൻഡ് ഫേവറബിൾ ഇമേജ് ഓഫ് എ കമ്പനി. യഥാർത്ഥമായി കമ്പനിയെക്കുറിച്ചുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നൽകി കൊടുക്കുക എന്നൊക്കെ അർത്ഥം. ബിൽഡിംഗ് ഗുഡ് വിൽ എമംഗ് ഓർഗനൈസേഷൻ ടാർഗറ്റ് മാർക്കറ്റ്. എവിടെയാണോ സ്ഥാപനത്തിൻ്റെതായ രീതിയിൽ വളരാൻ സ്ഥാപനം ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ സ്ഥലത്ത് നല്ല ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കുക എന്നർത്ഥം. നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്? ഒന്ന്, പ്രസ് റിലേഷൻ. The public relation department is in contact with the media to present true facts and a correct picture about the company. യഥാർത്ഥമായി പ്രസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാർത്താ മാധ്യമങ്ങളുമായി അല്ലെങ്കിൽ മാധ്യമങ്ങളുമായൊരു ബന്ധം സ്ഥാപിക്കുകയും അതുവഴി യഥാർത്ഥമായ ഇൻഫർമേഷൻസ്, യഥാർത്ഥമായ ചിത്രങ്ങൾ കമ്പനിയെക്കുറിച്ചുള്ള വരുത്താനായിട്ട് ശ്രമിക്കണം. പ്രോഡക്റ്റ് പബ്ലിസിറ്റി. ന്യൂ പ്രോഡക്റ്റ് റിക്വയർഡ് സ്പെഷ്യൽ എഫേർട്ട് ടു പബ്ലിസൈസ്. The company can make people draw their attention to new product by conducting sports and cultural events. പല സ്പോർട്സും അല്ലെങ്കിൽ ക്രിക്കറ്റും ഒക്കെ നടക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. ചുറ്റും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് വെക്കും. അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ ഇവർ സ്പോൺസർ ചെയ്യും. അങ്ങനെ സ്പോൺസർ ചെയ്യുമ്പോൾ നേരിട്ടല്ലാതെ തന്നെ ഇതിൻ്റെ പേരുകൾ വ്യാപിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഒരു കപ്പ്, ആ കപ്പിന് വേണ്ടിയുള്ള ക്രിക്കറ്റ് മാച്ച്. അപ്പം പൈസ ഒന്നും നേരിട്ട് ഇവർ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടി അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്
എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. കോർപ്പറേറ്റ് communication. The image of the communication need to be promoted through communicating with the public and employee within the organization. This is done through the help of newsletters, audiovisuals, etc. ഈ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടേണ്ടത് അതിനകത്തുള്ള ആളുകളിൽ കൂടിയാണ്. ആ ആളുകൾ സാറ്റിസ്ഫൈഡായി അവർ മറ്റുള്ളവരുടെ അടുക്കൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക ചെയ്തു. അതിനെ ഒരു വലിയ കോർപ്പറേറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോബിയിങ്. ദ ഓർഗനൈസേഷൻ ഹാസ് ടു ഓഫൺ ഡീൽ വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ്. ഇതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം വരുന്നത്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പെക്ട് ടു ദ മാറ്റർ റിലേറ്റിംഗ് ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനവുമായും അധികാരികളുമായി മന്ത്രിമാരുമായി ഒക്കെ തന്നെ സ്ഥാപനത്തിനൊരു ബന്ധമുണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ പ്രൊമോട്ടിംഗ് ഓർ ഡിഫീറ്റിംഗ് റെഗുലേഷൻ ദാറ്റ് അഫക്റ്റ് ദം. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ, കൗൺസിലിംഗ്. ദ പബ്ലിക് relation department advise the manager or general issue which affect the public and the position of the company. എന്തെങ്കിലും രീതിയിലുള്ള കൃത്യമായ ഒരു പ്രശ്നം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് വേണ്ടതായ ഡയറക്ഷൻ സ്ഥാപനത്തിന് സംഭവിക്കാൻ പോകുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ഡയറക്ഷൻ മാനേജ്മെൻറ്റിനും മറ്റവർക്ക് നൽകേണ്ടത് ഈ കമ്പനിയുടെ ജോലിയാണ്, പബ്ലിക് റിലേഷൻ്റെ ജോലിയാണ്. അപ്പോൾ അതും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അഡ്വാൻറ്റേജ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തുകൊണ്ട് നമ്മൾ പബ്ലിക് റിലേഷൻ നടത്തണം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ നടത്തിയുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ക്രെഡിബിലിറ്റി. പബ്ലിക് റിലേഷൻ എഫേർട്ട് ആൻഡ് ദെയർ എഫക്ട്സ് ആർ മോർ ക്രെഡിബിൾ ദാൻ അഡ്വർടൈസിങ്. കൂടുതൽ ക്രെഡിബിളാണ്, കൃത്യമാണ് അല്ലെങ്കിൽ വിശ്വസനീയമാണ് പബ്ലിക് റിലേഷൻസിൽ കൂടി വരുന്ന ഇൻഫർമേഷൻ. എക്കണോമിക്കൽ. ദ കോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ ഈസ് വെരി ലോ ആസ് കമ്പയർഡ് ടു ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസ് ചെയ്യുന്നത് പോലെ ഉള്ള എക്സ്പെൻസ് ഒന്നുമില്ല. അഡ്വർടൈസ് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ ആരാണെന്ന് പോലും അറിയില്ല, കൃത്യമായി ചിലവ് കുറഞ്ഞ രീതിയിൽ പോകും. റിസീവിങ് മോർ അറ്റൻഷൻ. പബ്ലിക് റിലേഷൻ മെസ്സേജസ് ആർ ഇൻ ദ ഫോം ഓഫ് ന്യൂസ് ലെറ്റേഴ്സ്, സോ ദേ റിസീവ് മോർ അറ്റൻഷൻ ദാൻ അഡ്വർടൈസിങ്. പബ്ലിക് റിലേഷൻസിനകത്ത് വരുന്ന മുഴുവനും കൂടുതലും ലെറ്ററുകളായിട്ടാണ്. ആ ലെറ്ററുകൾ ഒരു വ്യക്തിക്കൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊടുക്കപ്പെടുന്ന സമയത്ത്, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തേക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ അറ്റൻഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓപ്പൺ എയറിൽ വെറുതെ പോകുന്നതായിട്ടല്ല, അതിലുപരിയായിട്ട് അറ്റൻഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, പോസിറ്റീവ് ഇമേജ്. എഫക്റ്റീവ് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ഡെവലപ്പ് എ പോസിറ്റീവ് ഇമേജ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. പോസിറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ഇമേജ് സമൂഹത്തിനിടയ്ക്ക് വളർത്താനായിട്ട് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ കൊണ്ട് സാധിക്കും. ലാസ്റ്റ് ടോപ്പിക്, പബ്ലിക് റിലേഷൻ ടൂൾസ്. എന്തൊക്കെ ടൂൾസാണ് പബ്ലിക് റിലേഷനിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്? In order to create a public image, the public relation professionals uses various methods as tools. This includes, on the news. This is the form of news coverage relating to corporate stories or events. This will place the company favorable in the eye of public. ന്യൂസ് കൊടുക്കുക. 2, സ്പീച്ചസ്. ഇത് മൊത്തം വായിക്കുന്നില്ല, പകരം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. സ്പീച്ചസ്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ ആളുകളൊക്കെ ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്ത് അവിടെ പ്രസംഗിക്കുമ്പോൾ കമ്പനിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുക. അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ശ്രദ്ധ, ആളുകളുടെ ഇടയിൽ നല്ല സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നാലും അല്ലാതായിരുന്നാലും ഒക്കെ കമ്പനിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക. അടുത്ത, ഈവൻറ്റ്സ്. നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള നല്ല സംഭവങ്ങൾ സംഘടിപ്പിക്കുക, നല്ല ചില മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ആ മീറ്റിങ്ങിൽ കൂടി ഇപ്പോൾ കോൺഫറൻസസും മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസും പ്രസ് ടൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. റിട്ടേൺ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആനുവൽ റിപ്പോർട്ട്സ്, ബ്രോഷർ, ന്യൂസ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ളതെല്ലാം പബ്ലിക്കിന് കൊടുക്കുമ്പോൾ പബ്ലിക് അത് വായിച്ചു നോക്കുകയും അവർക്ക് സ്ഥാപനത്തോടുള്ള ഗുഡ്വിൽ വർദ്ധിക്കുകയും ചെയ്യും.
പബ്ലിക് സർവീസ് ആക്ടിവിറ്റി ഇപ്പോഴെല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും കൃത്യമായി ചെയ്യുന്നൊരു കാര്യമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും കൃത്യമായി ഒരു പബ്ലിക് സർവീസ് ആക്ടിവിറ്റീസ് നടത്തണം. സാമൂഹ്യപരം ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വെയിറ്റിംഗ് ഷെഡ് പോലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വെയിറ്റിംഗ് ഷെഡ് പോലുള്ള വരുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് വരും. അത് കൂടുതൽ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുവാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.